അപ്പോൾ നമ്മുടെ രാവിലത്തെ ചെറിയൊരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് വേറൊരു വർക്ക് എടുത്തേക്കണം കേട്ടോ. ഒരു ഇലക്ട്രിക്കൽ വർക്കാണ്. ഇവിടെ ഒരു സെപ്പറേറ്റ് നമുക്കൊരു കിച്ചൺ പണിയാനാണ്. അപ്പോൾ അതിനകത്തേക്കുള്ള ലൈൻ കാര്യങ്ങൾ എത്തിക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് കേട്ടോ. 2 ലൈറ്റിനുള്ള പോയിന്റ്, 2 സോക്കറ്റ് പോയിന്റ്, അങ്ങനത്തെ ചെറിയ പരിപാടികൾ. ഇവിടെ ആയിട്ടൊരു സോക്കറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഒരു പൈപ്പ് അടിച്ച് ഓപ്പൺ അടിച്ചാൽ മതി എന്നാണ് നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് പറഞ്ഞേക്കണത്. അപ്പോൾ പൊക്കത്ത് സീലിംഗ് വന്നുണ്ട്. അപ്പോൾ 2 പാനൽ ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആയിട്ട് നമുക്കൊരു സോക്കറ്റ് വന്നം, പിന്നെ അവിടെ ആയിട്ടൊരു എക്സോസ്റ്റിനുള്ള ലൈൻ എത്തിക്കണം. ഇത്രയുള്ള നമുക്ക് കിച്ചണിൽ പരിപാടി. പിന്നെ പറഞ്ഞേക്കണത് നമുക്കിത് ഇവിടെ ആയിട്ട് സ്വിച്ച് ബോർഡ് കൊടുക്കണം എന്ന് വെച്ചാൽ അവിടെ നേരത്തെ സ്വിച്ച് ബോർഡ് ഇല്ല നമുക്ക്. അപ്പോൾ ലൈറ്റിലേക്കുള്ള 2 സ്വിച്ചസ് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ട്യൂബ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് മതിലിലേക്ക് ഒരു ട്യൂബും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊരു വീടിൻ്റെ പൊക്കത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് റൂമായിട്ട് റെൻറ്റിന് കൊടുക്കണതുകൊണ്ട് തന്നെ ഒറ്റ ഒരു സിംഗിൾ DB ആയിട്ട് അവിടെ വന്നിട്ടുള്ളൂ. അതിനകത്തേക്കാണെങ്കിൽ ഒരു പവർ ലൈനാണ് നമ്മൾ വലിച്ചിട്ടിട്ടുണ്ടായുള്ളൂ നേരത്തെ. അപ്പോൾ ആ പവറിൽ നിന്ന് തന്നെ ഏറ്റവും എളുപ്പത്തിൽ എന്താണോ ചെയ്യാൻ പറ്റണം അതേപോലെ ചെയ്താൽ മതി എന്നാണ് നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് പറഞ്ഞത്. നമ്മൾ അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്പോൾ കിച്ചണിലേക്ക് ഒരു പവർ ലൈൻ നേരത്തെ കാണിച്ച മതിലും പിന്നെ അപ്പുറത്തൊരു മിക്സിക്ക് വേണ്ടി ഒരു പവർ ലൈനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്ന ഒരു TVക്ക് വേണ്ടിയുള്ള 2 സോക്കറ്റാണ് നമ്മൾ എക്സ്ട്രാ പോയിന്റ് അടിച്ച് കൊടുത്തേക്കണം. പിന്നെ നമ്മൾ ട്യൂബും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അകത്തായിട്ട് നമ്മൾ ഒരു ലൈറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിനുള്ള സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിനുള്ള 2 പോയിന്റും കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തൊരു ട്യൂബ് വെച്ചിട്ട് ഒരു 2 വേ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര ഉള്ളൂ ഇവിടെ പരിപാടി. അപ്പോൾ ശരി എന്നാൽ.